നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭക്ത എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അവരുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു ചെറിയ ഒരു കുട്ടിയമ്പലമാണ്. അവിടെ തൊഴുന്ന സമയത്ത് ശ്രീകോവിലിന് നേരെ നിന്നിട്ട് ഈ നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. നടക്ക് നേരെ നിന്ന് തൊഴരുത് കുട്ടി, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് നീങ്ങി നിന്നിട്ട് തൊഴൂ എന്നുള്ളത്. ചിലപ്പോൾ അവിടുത്തെ മേശാന്തിയോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തരോ ഒക്കെയാണ് നമ്മുടെ അടുത്ത് പറയാറുള്ളത്. അപ്പോൾ അവരങ്ങനെ നിന്നിട്ടാണ് തൊഴുക. പക്ഷെ ഗുരുവായൂർ വന്ന് കണ്ടപ്പോൾ കൊടിമരത്തിന് ചുവട്ടിലായിട്ട് എല്ലാവരും നേരെ നിന്ന് തൊഴുന്നത് കണ്ടു. അവിടെ നല്ല തിരക്കായിരിക്കുമല്ലോ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഭഗവാനെ കാണാനായിട്ട്. അപ്പോൾ തൊഴുതു നീങ്ങുമെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ, നടക്കി നിൽക്കരുതെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ആ ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പറയാം. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ നിന്ന് തൊഴരുതെന്ന് പറയാത്തതെന്നും അതേപോലെ തന്നെ യഥാർത്ഥത്തിലെ നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടൊരു ക്ഷമാപണം കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ 3 ദിവസം വീഡിയോ ഇല്ലാതിരുന്നു. പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാതെ. കാരണം ഇനിയിപ്പോൾ വയ്യായിക എന്തെങ്കിലും വന്നിട്ടാണോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. എന്നെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല പലർക്കും. എൻ്റെ ഫോൺ കേട് വന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്താണ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നത്. വയ്യായ ഉണ്ടായിരുന്നു, അത് കുഞ്ഞാവയ്ക്കാണ്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയി. പിന്നെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് ശരിക്കും ക്ഷീണിച്ചു പോയിട്ടോ, വയ്യാതായി. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുക ചെയ്തത് എനിക്ക് ഒരു 2-3 ദിവസം ലീവ് വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പലരും ചോദിച്ചത് എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ വീഡിയോ ഉണ്ടായിട്ട് അവർക്ക് കാണാഞ്ഞിട്ടാണോ എന്നാണ് ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പക്ഷേ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതുകൂടാതെ ഉത്സവ വിശേഷങ്ങളെക്കുറിച്ച് കുറച്ച് ഭാഗം പറയുന്നുണ്ട്. പിന്നെ അലങ്കാരമുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. ആലിലയിൽ കിടക്കുന്ന, ഞാൻ പറയാറുണ്ടല്ലോ ആലിൽ കിടക്കുമ്പോൾ ഒരു 6 മാസമൊക്കെ ആയിട്ടാണ് തോന്നിക്കുക, പക്ഷെ അതിനേക്കാൾ ചെറുതായിട്ടാണ് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നേ. ഒരു ചെറിയുണ്ണി, ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഭഗവാന്റെ കുഞ്ഞിക്കാലുകളുണ്ടല്ലോ ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോയിട്ട് വിരൽ കുടിക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു. നല്ല പുഞ്ചിരിയോട് കൂടി കിടക്കുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ. അപ്പം യഥാർത്ഥത്തിൽ ഇന്നലെ ഇപ്പോൾ ഈ കലശമൊക്കെ തുടങ്ങിയതിന് ശേഷം വാതിൽ മാടത്ത് കൂടെ അല്ല നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുക തൊഴാനായിട്ട്. വടക്കേ നടയിൽ കൂടെ നമ്മൾ തൊഴുതിറങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ വടക്കേ നട, അതിലൂടെ തന്നെ പ്രവേശിച്ചിട്ട് ആ സോപാനം വഴി തൊഴുതിട്ട് അതേ സ്ഥലത്ത് കൂടെ തന്നെ, അതായത് വടക്കേ നടയിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങും. അപ്പോൾ വളരെ കുറച്ച് സമയം ഭഗവാന്റെ ആ ഒരു ദർശനം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ പോരാത്തതിന് ഇന്നലെ ഞങ്ങൾക്ക് മുൻപിലായിട്ടും പുറകിലൊക്കെ ആയിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ നടക്കാനായിട്ട് കുറച്ച് പതുക്കെയാണ്, കുറച്ച് സാവധാനമാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേക ഒരു തള്ളൽ വരുമല്ലോ. അപ്പോൾ ആ ഒരു തള്ളൽ കാരണം പെട്ടെന്ന് തന്നെ ഭഗവാനെ തൊഴുതിട്ട് അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ സാധാരണ ഞാൻ തൊഴാറുള്ളത് പോലെ അത്ര വിശദമായിട്ട് എനിക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ലാട്ടോ. എന്നാലും ഞാൻ കണ്ട കാര്യം, ആ മനസ്സിൽ പതിപ്പിച്ച കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഇന്നലെ ഭഗവാനെ 3 തിരുമുടിമാലയാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം നന്ദ്യാർവട്ടും തെച്ചിയും കൂടിയിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു. പിന്നെ ഒരെണ്ണം താമരയും തെച്ചിയും കൂടിയിട്ടായിരുന്നു. 2 ഉണ്ടമാലയുണ്ട്. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നന്ദ്യാർവട്ടും തെച്ചിയാണ് കേട്ടോ. അതിങ്ങനെ വെള്ള ചുവപ്പ് എന്ന് പറഞ്ഞിട്ട് മാറി മാറി കോർത്തിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യം തടിയുള്ളൊരു ഉണ്ടമാല. പിന്നെ അതിനേക്കാൾ തടിച്ചുരുണ്ടിട്ട് വേറൊരു മാല. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. ഇതെല്ലാം കോർത്തിട്ടാണ് 2 ഉണ്ടമാലകൾ. ഇതിന് നടുക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ. നമുക്കിങ്ങനെ എടുത്തു കൊണ്ടുപോകാം, അത്രയും ചെറുതായിട്ടാണ്. അപ്പോൾ ഈ അടുത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക കൗതുകം തോന്നും. നമ്മുടെ ഉണ്ണിയിൽ നമ്മൾ തൊട്ടടുത്തുനിന്ന് കാണല്ലേ, അപ്പോൾ എടുക്കാനൊക്കെ തോന്നും. പക്ഷേ വേഗം തൊഴുതു മാറൂ എന്നവർ പറയുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് മനസ്സിലിങ്ങനെ പതിപ്പിക്കുക. അപ്പോൾ എല്ലാവരും മനസ്സിലൊന്ന് ഭഗവാന്റെ രൂപം ഒന്ന് ദർശിച്ചോളൂ കേട്ടോ. കുഞ്ഞു 3 പീലികൾ ഭഗവാൻ ഇങ്ങനെ ആ ഒരു ശിരസിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുഞ്ചിരിക്കുന്നൊക്കെ ഉണ്ട് ഭഗവാൻ. നല്ല സന്തോഷമുണ്ട്. ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാതുപൂക്കളൊക്കെ നല്ല ഭംഗിയിൽ കാണാനുണ്ട്. നെറ്റിയിൽ ഗോപിതിലൊക്കെ നല്ല തിളക്കത്തിൽ കാണാനുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളൊന്നും അത്ര വ്യക്തമായില്ല കേട്ടോ. എനിക്കാണ് വിശദമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടി പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിക്കാലുണ്ടല്ലോ അത് വായിലേക്ക് കൊണ്ടുപോകുക, ആ തള്ളവിരൽ ഇങ്ങനെ കുടിക്കാനായിട്ട്. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, സ്വന്തമായിട്ട് വിരൽ കുടിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ വിരലും കുടിച്ച് കിടക്കുന്ന
ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ആ കുഞ്ഞുണ്ണികൃഷ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ ഇങ്ങനെ നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് ഒന്ന് ലാളിച്ചിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ ആലിലക്കണ്ണനെ, ആലിലെ കിടക്കുന്ന പൊന്നുണ്ണിയെ തൊഴുതു നമസ്കരിച്ചിട്ട് ഗണപതിയെ കാണാനായിട്ട് എത്തിയിരിക്കണേ. ഗണപതിക്കും ഒരു ഉണ്ണിഭാവം തന്നെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത് കേട്ടോ. നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു ചുവപ്പ് നിറത്തിലുള്ള പട്ടുകൊണ്ടാണ് ദേഹത്തൊക്കെ. അത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു പട്ടുകോണകാണ്. വലിയൊരു ഉടയാടയായിട്ടല്ല, പട്ടുകോണകാണ്. അതാ ഞാൻ പറഞ്ഞൊരു ഉണ്ണിയുടെ പോലത്തെ ഒരു ഭാവ തോന്നിയിരുന്നു. പിന്നെ ദേഹത്തുണ്ട് ഒരു കുപ്പായം പോലെ പട്ടുകൊണ്ട് അണിഞ്ഞിട്ടുണ്ട്. ആ വയറൊന്നും ഈ ഉടുപ്പിന്റെ ഉള്ളിൽ ഇരിക്കുന്നില്ല, കുറച്ച് കുടവയറൊക്കെ ആയിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ വയറൊക്കെ പുറത്ത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ദേഹത്ത് കുറച്ച് പട്ടുണ്ട്, വയറിന്റെ ഭാഗത്ത് കുറച്ചുണ്ട്, വയറ് കാണാനുണ്ട്. പിന്നെ ചുവന്ന നിറത്തിലെ പട്ടുകോണകവും. ഇതാണ് ഗണപതിയുടെ ഉടയാടയായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞു കാലുകളും 2 കുഞ്ഞു കൈകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഈ കാലുകളിലെ ചുവന്ന പട്ടുകൊണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. 2 കൈകളും ഇങ്ങനെ വെച്ചിട്ട് അർദ്ധവൃത്താകൃതിയിലെ സ്വർണ്ണ പൊട്ടുകളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കളിക്കാനായിട്ട് കൊടുത്തിരിക്കുക ഉണ്ണി ഗണപതിയുടെ കയ്യിൽ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ മാലകളൊന്നും അണിഞ്ഞ് കണ്ടിട്ടില്ല. നെറ്റിത്തടത്തിൽ ഇങ്ങനെ കിരീടത്തിന്റെ ഭാഗത്തുള്ള അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുക. ഈ 2 കൈകളിലും വെളുത്ത നൂല് കൊണ്ട് ഒരു പ്രത്യേക, ഈ തോൾവള പോലെ 2 കൈകളിലും അലങ്കാരമുണ്ട്, അതുകൂടെ ഉണ്ട്. പിന്നെ നെറ്റിത്തടത്തിലെ കിരീടം തുടങ്ങുന്നിടത്ത് കുഞ്ഞു പച്ച കല്ലുള്ള ഒരു മാല കൊണ്ട് ഒരു അലങ്കാരം, തട്ടുതട്ടായിട്ട് കിരീടം, അവിടെ ചുവപ്പും വെളുപ്പും ഒക്കെ നൂല് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഒരു ഉണ്ണി ഗണപതി ആയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ണി ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. ഭഗവതി അമ്മ നന്നായിട്ട് ഇന്നലെ കുംഭഭരണിയൊക്കെ ആയിരുന്നു. അപ്പോൾ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അപ്പം നല്ല സന്തോഷത്തിലാണ് ഭഗവതി ഇരിക്കുന്നതും. നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു ഭാവമാണ് കേട്ടോ. ശാന്തമായിട്ടുള്ള ഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു വിശേഷ ദിവസത്തിൻ്റെ ആ ഒരു സന്തോഷം ഭഗവതിക്ക് മുഖത്തുണ്ടായിരുന്നു. പച്ച നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ വളരെ കുറച്ച് ഭാഗമേ കാണാനായിട്ടുള്ളൂ. ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഉടയാട കണ്ടത് കേട്ടോ. പച്ചയിൽ ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകളായിട്ടുള്ള ഉടയാടയാണ്. കാരണം ധാരാളം പൂക്കൾ ഇങ്ങനെ അർച്ചന ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഉടയാടയുടെ ഭാഗം കാണാഞ്ഞ്. പിന്നെ മഞ്ഞ നിറത്തിലുള്ള പട്ട് ഇങ്ങനെ ഉത്തരീയം പോലെ അണിഞ്ഞിട്ടുണ്ട് ഭഗവതി. കഴുത്തിലെ ചെറിയ സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാല പോലെ അണിഞ്ഞിട്ടുണ്ട്. കാതിലെ പൊട്ടുകളാണ്. നന്നായിട്ട് ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ചുണ്ട് ചുവപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ചിരിച്ചിട്ടാണ് ഇരിക്കണേ. പിന്നെ ഈ കാതിലെ ഇവിടുന്ന് മുകളിലേക്കായിട്ട് സ്വർണ്ണമണികൾ വെച്ചിട്ടുണ്ട്. സ്വർണ്ണ പൊട്ടുകളും സ്വർണ്ണമണികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അലങ്കാരം. പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ 3 ഇതള് പോലെ ചാർത്തിയിട്ട് അവിടെയും സ്വർണ്ണമണികളൊക്കെ വെച്ചിട്ടുള്ള ഒരു അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കൂടാതെ ഭഗവതി അമ്മയുടെ ഒരു പ്രഭാവലയം, അതിങ്ങനെ വൃത്താകൃതിയിലല്ല, ചെറുതായിട്ട് ശംഖിൻ്റെയൊക്കെ ആകൃതി പോലെയാണ് തോന്നിയത്. അതൊരു പീച്ച് നിറത്തിൽ നല്ല തിളങ്ങുന്ന ഒരു പ്രഭാവലയം ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ തൊഴാനായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അയ്യപ്പനെ കറുപ്പ് നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത്. അതിന് സ്വർണ്ണ ഡിസൈനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉടയാട കറുപ്പ് നിറം, അരയിലെ ഒരു നീല പട്ടും കൂടെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചെറുതായി ചാർത്തിയിട്ട് ഒരു സ്വർണ്ണ നിറത്തിലൊരു മാല നന്നായി ഇങ്ങനെ പതിപ്പിച്ചിട്ട് നെഞ്ചിൽ ചാർത്തിയിട്ട്, പിന്നെ ചുവപ്പും വെളുപ്പും കറുപ്പും നിറത്തിലുള്ള അങ്ങനെ നൂലുകൾ പോലെ പിന്നെയും മാലകൾ. അത് സ്വർണ്ണ നിറത്തിലുള്ള മാലയല്ല, പക്ഷെ അത് ചാർത്തിയത് കാണുമ്പോൾ മാലകൾ അണിഞ്ഞ പോലെ തന്നെയാണ് തോന്നുക. 2 കൈകളുടെയും തോൾ ഭാഗത്തായിട്ട് വെളുത്ത നൂലുകൊണ്ട് തോൾവളകൾ പോലെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അയ്യപ്പൻ. പിന്നെ കാതുകളിൽ സ്വർണ്ണപ്പൂക്കളുണ്ട്. അതിന് മുകളിലായിട്ടൊക്കെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള അലങ്കാരമൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്താണ്. നെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ട് പിന്നെ കിരീടവും ചാർത്തിയിരിക്കുന്നതാണ്. അത് ആദ്യത്തെ 2 തട്ടായിട്ട് ചാർത്തിയിട്ട് പിന്നെ മുകളിലൊരു വൃത്താകൃതിയിലൊക്കെ ചാർത്തിയിട്ട് അവിടെയൊക്കെ ചുവന്ന പട്ടും വെള്ള നൂലും ഒക്കെ ഇങ്ങനെ അലങ്കാരമായിട്ട് ഇങ്ങനെ ഒപ്പം ചാർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാട്ടോ. ക്ഷേത്രത്തിലെ നടക്കി നേരെ നിന്ന് തൊഴരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഫോൺ കേടായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി, മിസ്സായി പോയി കേട്ടോ.
അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ പേര് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു ചോദ്യവും കൂടെ എടുത്തു വന്നിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണെന്നറിയോ ഈ നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയണത്? ഭഗവാന്റെ ഇപ്പം ശ്രീകോവിലിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് ഒരു ചൈതന്യം, ഭഗവാന്റെ ഒരു ചൈതന്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചൈതന്യം, അതിൻ്റെ ഒരു പ്രഭാവം ഈ കാന്തിക തരംഗങ്ങൾ പോലെയാണ് പുറത്തേക്ക് വരിക. ആ വരുന്നതിനൊരു രീതിയുണ്ട് കേട്ടോ. അത് നേർരേഖയിലല്ല വരിക എന്നാണ് പറയുക. അതിങ്ങനെ ഈ സർപ്പങ്ങളൊക്കെ ഇഴയുന്ന പോലെ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞിട്ട്, അതായത് പല ദിശകളിലേക്കായിട്ടാണ് നേർരേഖയില്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് വളഞ്ഞു പുളഞ്ഞിട്ടാണ് പോകുക എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നിന്നിട്ടാണ് തൊഴുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ചൈതന്യം വരുന്നത് നേരെയല്ല, അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ ഒരു ചൈതന്യം ലഭിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഇരുവശങ്ങളിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ ഒരു തരംഗങ്ങളുണ്ടല്ലോ, അതായത് വേവ്സ് എന്ന് പറയില്ലേ, അതേപോലെയുള്ള തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചൈതന്യം ലഭിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയണത്. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ ചൈതന്യം ലഭിക്കില്ല. അപ്പോൾ ഇരുവശങ്ങളിലേക്ക് നിന്നാലേ അത് ലഭിക്കുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. ചിലർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണം, എന്നാലും അറിയാത്തവർ ധാരാളമായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയും, പക്ഷെ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. മക്കളെ നേരെ നിന്ന് തൊഴരുത് എന്നാണ് പറയുക. അപ്പോൾ അവർ മാറി നിന്ന് തൊഴും. അല്ലാതെ അതിൻ്റെ കാരണങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തു എന്ന് വരില്ല. പണ്ടുള്ളവരാണെങ്കിലും ചിലപ്പോൾ അത് പറഞ്ഞു തന്നു വരില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആളുകളുടെ അടുത്ത്, ഇപ്പോഴത്തെ ഭക്തരുടെ അടുത്ത് എന്താണ് കാരണം എന്ന് പറഞ്ഞു കൊടുത്താലേ അവർക്കത് മനസ്സിലാവുള്ളൂ, അവരതുപോലെ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് അതേക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. നേരെ നിന്ന് തൊഴരുത്, അല്ലെങ്കിൽ നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നേർരേഖയിലല്ല ഒരു ചൈതന്യം വരിക, ഇരുവശങ്ങളിലേക്കായിട്ട് ഈ സർപ്പങ്ങൾ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന പോലെയാണ്. അപ്പോൾ ഇരുവശങ്ങളിൽ നിന്നാലേ നമ്മുടെ ദേഹത്തേക്ക് ആ ഒരു ചൈതന്യം ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് തൊഴണം എന്ന് പറയാം. എല്ലാവരും അങ്ങനെ നിന്നിട്ട് തന്നെയാണ് തൊഴുക. അറിയാത്തവർ മാത്രം ഈ നേരെ നിന്നിട്ട് തൊഴുള്ളൂ. ഇപ്പോൾ ചില ക്ഷേത്രത്തിൽ, കുട്ടിയമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഈ നടക്ക് നേരെ വേറെ തിരിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കുറച്ചും കൂടി കുറച്ചുകൂടി ഒന്ന് ഉയർന്ന ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആ നടക്ക് നേരെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ കമ്പികളൊക്കെ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. നേരെ നിൽക്കരുത് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇരുവശങ്ങളിൽ എണ്ണേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു കാര്യം കൂടെ ആ ഒരു ഭക്ത, നമ്മൾ ആദ്യം പറഞ്ഞ ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തൊഴുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ശരിക്കും കൊടിമരത്തിൻ്റെ ചുവട്ടിൽ അവിടെ ആ ഒരു മധ്യഭാഗത്ത് നിന്നാൽ മാത്രമേ ഭഗവാനെ കാണുള്ളൂ. ഭഗവാനെ കണ്ടുകൊണ്ട് തൊഴുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ശരിക്കും നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുക എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ 4 അമ്പലത്തിനകത്ത് കയറി തൊഴുക. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ഗുരുവായൂർ പോയി വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയോ എന്ന് ചോദിക്കും. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. കാരണം ഉള്ളിലേക്ക് കയറി തൊഴാന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ 4 അമ്പലത്തിനകത്ത് കയറിയിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണത്. അപ്പം 4 അമ്പലത്തിനകത്ത് കയറി തൊഴുതാലേ നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു, അല്ലെങ്കിൽ ഭഗവാൻ അടുത്ത് കണ്ട് തൊഴുതു എന്നുള്ള ഒരു രീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ 4 അമ്പലത്തിനകത്ത് കയറി തൊഴുമ്പോൾ ഇതേപോലെ തന്നെ ഇരുവശങ്ങളിൽ നിന്ന് തൊഴണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. പക്ഷെ നമ്മൾ വാതിൽമാടത്തിലേക്ക് കൂടെ പോകുന്ന സമയത്തേ അവിടെ തിക്കും തിരക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നേർരേഖയിലല്ലേ പോവുക. അപ്പം അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. അപ്പം അതും കൂടെ ഒന്ന് പറയാം. ഇപ്പോൾ വാതിൽമാടെന്ന് പറയുന്നത് നമുക്ക് തൊഴാൻ നിൽക്കാനുള്ള സ്ഥലമേ അല്ല, അവിടെ നമ്മൾ നടന്നു പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ ജീവനക്കാർ പ്രത്യേകം പറയുന്നുണ്ടായിരിക്കും, 2 വരിയായിട്ട് വരുമെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ തിരക്കിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെയാണ് ഈ 2 വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ 2 വരിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും 2 വശങ്ങളിലായിട്ടാണ് നിൽക്കുക, നേരെ നിൽക്കില്ല. അപ്പോൾ അതും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സൈഡ് തിരിഞ്ഞിട്ട് വേണം ഭഗവാനെ തൊഴാനായിട്ട് എന്ന് തന്നെയാണ് അവിടെയും പറയാറുള്ളത്. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അതൊരു മഹാക്ഷേത്രമാണല്ലോ. അപ്പോൾ ധാരാളം പേര്, നല്ല തിരക്കുണ്ടായിരിക്കും. തൊഴുതവർക്കൊക്കെ തീർച്ചയായിട്ടും അറിയുന്നതായിരിക്കും, തിക്കും തിരക്കൊക്കെ കൂട്ടിയിട്ട് ഭഗവാനെ കാണും. അപ്പോൾ ഈ സൈഡിലേക്ക് ഒതുങ്ങി നിന്ന് തൊഴുന്നത് എത്രത്തോളം പ്രാക്ടിക്കലി അത് പോസിബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പറ്റാത്തത് കൊണ്ട് പലരും നേരെ നിന്ന് തന്നെ തൊഴാറുണ്ട് കേട്ടോ. ഭഗവാനെ കാണുക എന്ന് മാത്രമേ പലരും ഉദ്ദേശിക്കുന്നുള്ളൂ ആ ഒരു സമയത്ത്. കാരണം സെക്കൻഡുകൾ മാത്രമേ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാനെ കാണുക, ഭഗവാന്റെ മുഖം മനസ്സിലൊന്ന് പതിയുക, സാധിക്കുമെങ്കിൽ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കൂടി കണ്ടു തൊഴുക, അത്രയേ എല്ലാവരും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലൊന്നും വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ പലർക്കും ഈ വശങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് തൊഴണം എന്നുള്ളൊരു ചിന്ത ആ ഒരു സമയത്ത് വരാത്തത്. അപ്പം അതിൽ വിരോധമൊന്നും ഇല്ല, എന്നിരുന്നാലും പറയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരുവശങ്ങളിൽ നിന്ന് തൊഴണം എന്ന് പറയുന്നത്. അത് ഈ ചൈതന്യം നേർരേഖയിലല്ല വരിക, വളഞ്ഞു പൊളഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇരുവശങ്ങളിലേക്ക് നിന്ന് തൊഴണം എന്ന് പറയാറുള്ളത് കേട്ടോ.
ഇനി നമുക്ക് ഭഗവാന്റെ ഉത്സവ വിശേഷങ്ങളിൽ കുറച്ചും കൂടെ ഭാഗം പറയാട്ടോ. മുൻപൊരു ദിവസം ഞാൻ ഭഗവാന്റെ പള്ളിവേട്ട വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഭഗവാൻ അകത്തേക്ക് പ്രവേശിക്കും, എന്നിട്ട് അന്ന് മണ്ഡപത്തിലാണ് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മണ്ഡപമൊക്കെ അത് കാട് സങ്കല്പമാണ്. ഭഗവാൻ വേട്ടയ്ക്കായിട്ട് വന്നിരിക്കല്ലേ, അപ്പൊ കാട്ടിലാണെന്ന് കഴിയണത്. അപ്പൊ ആ ഒരു കാട് സങ്കല്പമാണ് അവിടെ, അതേപോലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ അങ്ങനെ മറച്ചിട്ടുണ്ടായിരിക്കും ഭഗവാനെ ആ ഒരു കിടക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ള ആ ഒരു സ്ഥലം, മണ്ഡപം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മുളയിടൂലോ ഉത്സവത്തിനായിട്ട്, അതൊക്കെ കുറച്ച് വളർന്നുണ്ടാവും. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുറ്റോരം വെക്കും. അപ്പം മരങ്ങൾ, ചെടികൾ, ആ ഒരു പ്രതീതിയല്ലേ ഉണ്ടാകുക. പിന്നെ ഭഗവാന് കിടക്കാനായിട്ടേ ഒരു കുഞ്ഞു കട്ടിലുണ്ടായിരിക്കും, ഇങ്ങനെ വെള്ളിക്കട്ടിൽ. ഭഗവാന്റെ തിടമ്പ് എത്രത്തോളം കൊള്ളുന്നു ആ കൃത്യം പാകമായിട്ടുള്ള ഒരു കട്ടിലുണ്ടായിരിക്കും. അതിലൊരു കുഞ്ഞു മെത്ത ഉണ്ടായിരിക്കും, വെൽവെറ്റിന്റെ മെത്തയാണ് കേട്ടോ അത്, കുഞ്ഞു കിടക്ക. പിന്നെ 2 കുട്ടി തലയണകൾ, ഉരുണ്ടിട്ടുള്ള തലയണകൾ, അതും വെൽവെറ്റ് കൊണ്ടൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ അവകാശികളുണ്ട് കേട്ടോ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. പിന്നെ അതേപോലെ പല രീതിയിൽ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും, മുല്ലപ്പൂവൊക്കെ വിതറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഭഗവാന് കിടന്നുറങ്ങുക എന്നുള്ള സങ്കല്പമാണല്ലോ. അങ്ങനെയാണ് ഭഗവാൻ അവിടെ ഉറങ്ങുക. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പള്ളിവേട്ടയുടെ കാര്യം പറഞ്ഞ സമയത്തേ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ചൂടായിട്ട് ഒരു കമൻറ്റും കൂടെ കണ്ടു. പാമ്പരെന്ന് പറഞ്ഞ ഇതിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്, ഭഗവാൻ വേട്ടയാടിയിട്ട് ആ മാംസാഹാരം കഴിച്ചത് കൊണ്ടാണോ അകത്തേക്ക് ശ്രീലകത്തേക്ക് പ്രവേശിക്കാത്തത്, മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നത് അശുദ്ധി കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും അശുദ്ധികൾ ഉണ്ടെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് തന്നെ കയറില്ലല്ലോ, മണ്ഡപത്തിൽ തന്നെ കയറില്ല. അപ്പൊ അതൊന്നും അല്ല കേട്ടോ. അങ്ങനെ വേട്ടയാടി ഭക്ഷിച്ചത് കൊണ്ടൊന്നുമല്ല. ഭഗവാന് ശരിക്കും അത് ആ കാട് സങ്കല്പം തന്നെയാണ്. ശരിക്കും ഭഗവാൻ അത്താഴപൂജയൊക്കെ ഉണ്ട്. കാരണം ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണല്ലോ പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ ഭഗവാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അകത്തേക്ക് പ്രവേശിച്ച് പള്ളിവേട്ട കഴിഞ്ഞാൽ ഭഗവാൻ അത്താഴപൂജയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ പള്ളി ഉറക്കം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ അപ്പോഴും ഉണ്ട് കേട്ടോ. ഭഗവാന് ഈ കുഞ്ഞു കട്ടിലെ ഒരു കുഞ്ഞു മെത്തയിലാണ് സുഖമായിട്ട് അന്ന് കിടന്ന് ഉറങ്ങുക. പിന്നെ പിറ്റേ ദിവസം ഭഗവാൻ കണി കണ്ട് ഉണരുന്നത് ഒരു പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഉണരുക. അപ്പൊ പശുക്കുട്ടീനെയൊക്കെ അവിടെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും. അതെപ്പോഴൊക്കെ അറിയാമെന്ന് നമുക്ക് പറയില്ല കേട്ടോ, അതിന് തോന്നുമ്പോഴല്ലേ അറിയാം. പശുക്കുട്ടിയല്ലേ. അപ്പൊ പശുക്കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഉറക്കം ഉണരലായി. പിന്നെ വിശേഷപ്പെട്ട ചടങ്ങുകൾ തന്നെയാണ് കേട്ടോ. ഭഗവാന്റെ കുളിപ്പിക്കലൊക്കെയാണ്. അത് നടപ്പുരയിൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഭഗവാനെ ഈ എണ്ണാഭിഷേകവും ഇതിപ്പോ വാകപ്പൊടി ചേർത്ത് തേച്ച് കുളിപ്പിക്കലൊക്കെ ഉണ്ട്, പല്ല് തേപ്പിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ശ്രീലകത്ത് മൂലവിഗ്രഹത്തിനും ഇതേ ചടങ്ങുകളൊക്കെ എണ്ണാഭിഷേകവും അതുപോലെ തന്നെ വാകച്ചാത്തും എല്ലാം അവിടെയും ചെയ്യും. പക്ഷെ ഇവിടെയാണ് കുറച്ചും കൂടെ വിശേഷം. അങ്ങനെ ചാന്തൊക്കെ തൊടിക്കൂട്ടോ ഭഗവാനെ. ഒരു കുടം ചാന്തൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുട്ടു തൊടുക്കെ വേണ്ടേ. അങ്ങനെയൊക്കെയാണ്. കാരണം യശോദാമ്മ ഇതൊക്കെ തൊടിപ്പിച്ചു കൊടുക്കേ. അപ്പൊ ഇവ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇരട്ടി ബഹളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. കാരണം കുഞ്ഞാണല്ലോ. അങ്ങനെ ഒരു സങ്കല്പം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളെ നമ്മളിങ്ങനെ തൊടിയിച്ചു കൊടുക്കൂലോ. അപ്പൊ ചാന്തൊക്കെ തൊടിയിപ്പിക്കും. പിന്നെ ഭഗവാനെ അന്ന് കറുകമാല അണിയിക്കും, മന്ദാരമാല ഉണ്ടായിരിക്കും. പിന്നെ എന്താ ചെയ്യാന്നറിയോ, ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ഭഗവാനെ കണ്ണാടി കാണിക്കും. ഓരോന്ന് ചെയ്യുമ്പോഴും കണ്ണാടി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ബോധിപ്പിക്കണ്ടേ, ബോധ്യപ്പെടണ്ടേ. നമ്മൾ ചെറിയ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അവർ നന്നേ ചെറിയ കുട്ടികളല്ല കേട്ടോ, അവർക്കൊന്നും അറിയില്ല. കുറച്ചുകൂടെ മുതിർന്ന ഇപ്പം എൻ്റെ ശുക്രൻ എന്തെങ്കിലും ഒരു കണ്ണെഴുതി കൊടുത്തു കഴിഞ്ഞാൽ പോയി നോക്കും, ഭംഗിയുണ്ടോ. അപ്പം ഭംഗിയുണ്ട്, അത് ഇഷ്ടമായി കഴിഞ്ഞാൽ മുഖത്തൊരു ചിരി വരും. അല്ലെങ്കിൽ മുഖം കുറിപ്പിച്ചിട്ട് തന്നെ നോക്കും, അമ്മയുടെ പോലെ എന്ത് എനിക്ക് എഴുതി തരാഞ്ഞേ എന്ന് ചോദിക്കും. അത് എല്ലാ കുട്ടികളും അങ്ങനെയാ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഭഗവാനും ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ണാടിയും കാണിച്ചു കൊടുക്കും ഭഗവാന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് എഴുന്നള്ളിക്കുക. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അതിനൊക്കെ ശേഷമാണ് പിന്നെ ആളെ വിടുള്ളൂ അകത്തേക്ക് കേട്ടോ. അങ്ങനെയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയാനായിട്ട് അത്യാവശ്യം നേരമായിട്ടുണ്ടായിരിക്കും. ചില പശുക്കുട്ടിയൊക്കെ കരയാനായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എണീക്കാനായിട്ട് താമസിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നേരം വൈകി വൈകി വരും. അപ്പം അന്ന് ഉച്ചപൂജ പന്തീരടിയാണ് ഉണ്ടാവുക. അപ്പോഴേക്കും അത്രയും സമയമായിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ് ഭഗവാന് എഴുന്നേറ്റ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര വരെയാണ് ഉത്സവ വിശേഷങ്ങളായിട്ട് പറയാനുള്ളൂ. അടുത്ത ദിവസം ബാക്കിയും കൂടെ പറയാം. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ആയിട്ട് പറയുമ്പോൾ എനിക്കത് തോന്നുന്നു അതൊരു രസമാണ് കേട്ടിരിക്കാനും കൂടെ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇന്ന് ഭഗവാൻ എണീറ്റിട്ടുള്ള കാര്യങ്ങൾ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ സഹസ്ര കലശ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ കലശ ചടങ്ങുകൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. പിന്നെ 5-ാം ദിവസമാണ് ഫെബ്രുവരി 24-ാം തീയതി. അപ്പോൾ രാവിലെ മുളപൂജ, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുളപൂജ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ശാന്തി ഹോമം, അത്ഭുത ശാന്തി ഹോമം ഉണ്ട് കേട്ടോ. ഇത് രണ്ടും നടക്കുന്നത് ഇന്നാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ഉണ്ട്. പിന്നെ രാവിലെ ശിവേലി കഴിഞ്ഞാൽ പന്തീരടി പൂജ, അത് കഴിഞ്ഞിട്ട് ശാന്തി ഹോമ കലശാഭിഷേകം ഉണ്ട്. പിന്നെ ഉച്ചപൂജയ്ക്കാണ് അത്ഭുത ശാന്തി ഹോമ കലശാഭിഷേകം.
പിന്നെയുള്ള ചടങ്ങുകളൊക്കെ വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് കേട്ടോ. ഗണപതി പൂജ ഉണ്ട്, കുണ്ടശുദ്ധി ഉണ്ട്, പിന്നെ മുളപൂജ. വൈകിട്ട് മുളപൂജ ഉണ്ടല്ലോ, അതും കഴിഞ്ഞിട്ടാണ് അത്താഴപൂജ വരണത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കലശ ചടങ്ങുകൾ. ഇത് ഞാൻ എല്ലാ ദിവസവും പറയേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ടാണ് കേട്ടോ പറയാൻ സാധിക്കാതെ വന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വീഡിയോ ഉണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഭഗവാൻ തന്നെ നിശ്ചയിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാം, എല്ലാ വിശേഷങ്ങളും അതിലൂടെ പറയാം. പിന്നെ എന്നെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. വാട്സപ്പും അതുപോലെ എനിക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്, വിഷ്ണു പുതിയ ഫോണൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ കോളൊക്കെ പറ്റുന്നുണ്ട്. വാട്സപ്പ് അല്ലെങ്കിൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കമൻസിലായിട്ട് എല്ലാവരും രേഖപ്പെടുത്തുമല്ലോ ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.